സ്പോൺ ആയപ്പോൾ തന്നെ ഞാൻ നേരെ ഒന്ന് വുഡ് ചോപ്പ് ചെയ്യാനായിട്ടിട്ട് സമയങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്തു. വുഡ് ചോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വുഡൻ പ്ലാങ്കിങ്സ് ആക്കിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളും കുറച്ച് സ്റ്റിക്സും ഉണ്ടാക്കി നേരെ വുഡൻ ടൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് നേരെ ഇവിടെ നിന്ന് പുറപ്പെടാനായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തു. ഫുഡിന് ക്ഷാമം വരാതിരിക്കാനായിട്ട് ഞാൻ കണ്ണി കണ്ട മോബ്സിനെല്ലാം വെട്ടിക്കൊന്ന് ഫുഡാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത സ്റ്റോണിലോട്ട് അപ്ഗ്രേഡ് ആവാനായിട്ട് ഇവിടെ ഞാൻ സ്റ്റോണും കാര്യങ്ങളും സ്റ്റോൺ പൊട്ടിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ ഈ ഐലൻഡിൽ നിന്ന് തന്നെ വെളിയിലോട്ട് പോകാനായിട്ട് പോവുകയായിരുന്നു. ഐലൻഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഐലൻഡ് ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് എന്നോട് ഹൈ ബൈ പറയാൻ 2 ഫ്രണ്ട്സ് വന്നു. ഞാൻ അവരോട് ഹൈ ബൈ പറഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞയച്ചു. പിന്നെ ഞാൻ നേരെ ഒരു ഐലൻഡ് കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് ചെന്നു. അവിടെ കയറി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഹെൽത്ത് ബാറെല്ലാം ഫുള്ള് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ക്രോപ്സും കാര്യങ്ങളും കൂടെ ഞാൻ അങ്ങ് പെട്ടെന്ന് പറിച്ചു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ നേരെ ഒന്ന് ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ നേരെ കിടന്നുറങ്ങി. ഡേ 1 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്രോപ്സും കാര്യങ്ങളെല്ലാം ഞാൻ നട്ടുവെച്ചു. പിന്നെ ഞാൻ നേരെ സ്റ്റോണിലോട്ട് എൻ്റെ ടൂൾസും കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരെ മോബ്സിനെ ഹണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി. കോളിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ നേരെ ഒരു കേവ് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഞാൻ നല്ല ധൈര്യശാലിയാണ്, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട. ഈ 4 ഹാർട്ടിൽ ഞാൻ ഈസി ആയിട്ട് സർവൈവ് ചെയ്യും. ഞാൻ നേരെ താഴോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങി. ഇവരെ അടിച്ചപ്പോൾ ഞാൻ 1 ഹാർട്ട്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നേരെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഐ മീൻ അവരെ പേടിപ്പിച്ച് ഓടിച്ചു. ഓക്കെ, സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്ന് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗോൾഡൻ സോംബിയെ ഞാൻ കണ്ടു. ഞാൻ അതിനെ അങ്ങ് നൈസായിട്ട് കൊല്ലാനായിട്ട് ശ്രമിച്ചു. ഇതിനെ കൊന്നു കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഞാൻ പംകിൻ ഇവിടെ കണ്ടു. അതിൻ്റെ അർത്ഥം ഇവിടെ എവിടെയോ വില്ലേജ് ഉണ്ടെന്നാണ്. പിന്നെ ഞാൻ ഒട്ടും സമയം കളയാതെ പംകിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞ് അവിടെ നിന്ന് ഇച്ചിരി ഫ്രണ്ടിലോട്ട് ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് ഒരു മൗണ്ടൻ വിത്ത് ചെറി ബ്ലോസം ബയോം. ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ നേരെ ചെന്ന് അവിടുത്തെ ട്രീ കാര്യങ്ങളെല്ലാം ചോപ്പ് ഔട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ഇവിടുത്തെ സാപ്ലിങ് കളക്ട് ചെയ്യാനായിട്ട് ഇത് ചെയ്തു. സാപ്ലിങ് കളക്ട് ചെയ്ത് മണ്ടയ്ക്കോട്ട് ഇച്ചിരി കയറിയിട്ട് വില്ലേജ് തപ്പാമെന്ന് വെച്ച് മണ്ടയ്ക്കോട്ട് കയറിയപ്പോഴാണ് എനിക്ക് സൈഡിലായിട്ട് ഇവിടെ വില്ലേജ് കണ്ടത്. ഇത് ആക്ച്വലി വളരെ റെയറായിട്ടുള്ള ഒരു ഇതാണ് ചെറി ബ്ലോസം ബയോമിൽ ഈ വില്ലേജ് വരുന്നത്. പിന്നെ ഞാൻ ഒട്ടും സമയം കളയാതെ താഴോട്ട് ഇറങ്ങി നേരെ ഇവിടെ ഒരു ഗോലത്തിനെ കണ്ടാൽ ഇപ്പം ഞാൻ കൊല്ലാതെ വിട്ടു, കാരണം എനിക്ക് ഫ്യൂച്ചറിൽ ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്തു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്ത് ഇങ്ങോട്ട് ഞാൻ വെക്കാൻ തുടങ്ങി, ഓരോന്നോരോന്നായി. പിന്നെ ഒരു ഡബിൾ ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചവറുകളെല്ലാം വെച്ച് ഒരു ബണ്ടിലും ക്രാഫ്റ്റ് ചെയ്തു. പിന്നെ വില്ലേജിൻ്റെ ലൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് പൊട്ടറ്റോ ഫാർം കിട്ടി. അവിടെ നിന്ന് ഞാൻ കുറേ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ തിരിച്ച് നട്ടും വെച്ചു. മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഒരു വില്ലേജറിനെ ഒരു സോംബി കടിക്കുന്നത് കണ്ടു. പിന്നെ ആ സോംബിയുമായിട്ടൊരു കട്ടക്കുള്ള ഒരു ഫൈറ്റിന് കഴിഞ്ഞ് ആ വില്ലേജറിനെ കാണാൻ പോയപ്പോഴത്തേക്ക് ആ വില്ലേജർ എൻ്റെ ജീവനും കൊണ്ട് ഏത് പാതാളത്തിലോട്ട് ഓടി. പിന്നെ അവിടെ നിന്ന് കോളും കാര്യങ്ങളും എല്ലാം മൈൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ റീസ്പോൺ പോയിൻറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തു. വില്ലേജ് ലൂട്ട് പാർട്ടി താഴോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു നല്ല സ്പേസാണ്. എന്നാൽ ഇവിടെ ഒരു ട്രേഡർ സെറ്റ് ആവുന്നു. ബാക്കിയുള്ള ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഇറേസ് ആയിപ്പോൾ ഏകദേശം എറർ പറ്റി. സോ അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് എൻ്റെ ട്രേഡർ കാര്യമെല്ലാം കംപ്ലീറ്റ് ചെയ്തില്ല. ഇനി വില്ലേജേഴ്സിനെ അതിനകത്ത് കൊണ്ടുവരണം. അതിനൊരു ബ്രീഡർ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിലോട്ട് ഞാനുള്ള പോകാനും കാര്യങ്ങളും ഒക്കെ ഇനിയും ഉണ്ട്. ഡേ 7 രാവിലെ തന്നെ ഞാൻ എഴുന്നേച്ച് നേരെ ഒന്ന് ബ്രീഡർ സെറ്റ് ചെയ്യാനുള്ള പണിക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് ചാവുന്നുണ്ട്. ആ ക്ലിപ്പ് ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് എനിക്ക് കുറയ്ക്കണം. സോ ഇവിടെ ഞാൻ നിന്നപ്പോഴത്തേക്കാണ് ഇവിടെ ബാക്കി കാര്യങ്ങൾ സെറ്റാക്കാനായിട്ടുള്ള പണിയും കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ടൈം ലാപ്സ് പോലൊരു ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് വാച്ച് ആൻഡ് സീ. ഈ ക്ലിപ്പും എൻ്റെ കയ്യിൽ നിന്ന് സാഡ്ലി എററായിപ്പോയി. അത് കഴിഞ്ഞ് ഞാനിവിടെ 2 വില്ലേജേഴ്സിനെ ഇത് ചെയ്തതിനെ എടുത്തു കൊണ്ടുവന്നു. ഇനി ഇവരെ കൊണ്ട് താഴോട്ട് പോകണം. അങ്ങനെ ഞാൻ നിന്ന സമയത്താണ് ഇൻവെൻട്രി സോർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു അടി വന്നു. ഓനോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഒരു കൊച്ചു സോംബി ആയതുകൊണ്ട് ഞാൻ കുട്ടികളുടെ അടുത്ത് കൈ ഉയർത്താത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഓടി. അത് കഴിഞ്ഞ് ഞാൻ നേരെ വില്ലേജേഴ്സിനെ കൊണ്ട് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു.
കുറേ നേരം കഴിഞ്ഞ് 2 വില്ലേജേഴ്സിനെ കൊണ്ടും ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങി. ബാക്കി ട്രേഡറെല്ലാം സെറ്റാക്കാനായിട്ട് ഈ ഇവന്മാരെ എല്ലാം താഴോട്ട് ഇറക്കി. അത് കഴിഞ്ഞ് ലീവ് ബോട്ട് കൊടുത്തിട്ട് ഞാൻ കയറിയപ്പോഴത്തേക്ക് ഒരു സ്കെൽട്ടൺ തന്നെ അടിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഉള്ള PvP ഗോഡ് ഷവലുമായിട്ട് നേരെ അവനോട്ട് അടിച്ച് ഞാൻ അവസാനം സാഡ്ലി ചാവേണ്ടി വന്നു. പിന്നെ അവനായിട്ടൊരു ഫൈറ്റ് കഴിഞ്ഞ് ഞാൻ നേരെ ട്രേഡിംഗ് ഹാളിനുള്ള പണിയെല്ലാം ചെയ്യാനായിട്ട് തുടങ്ങി. ട്രേഡിംഗ് ഹാളിൻ്റെ ഒരു ഓവറിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഞാൻ ഒരു ഫ്ലെക്ചറിനെ കൊണ്ടാക്കി. ആ ഫ്ലെക്ചറിനെ ഇനി ഞാൻ വുഡ് ചോപ്പ് ചെയ്ത് സ്റ്റിക്കാക്കാനായിട്ട് പോകണം. അതിന് കുറച്ച് ആക്സും കാര്യങ്ങളും എല്ലാം ക്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ നേരെ വുഡ് ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കും ഇറങ്ങി. ഇവിടെ ചെടിഗ്രഹം ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ വുഡ് ഇവിടെ നിന്ന് തന്നെ എനിക്ക് കിട്ടും. അത് ഞാൻ കൂടുതൽ അതിൻ്റെ ക്ലിപ്സ് കാണിക്കുന്നില്ല, കാരണം അത് ഭയങ്കര ബോറിംഗ് ആണ്, പിന്നെ സമയമില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നു. സ്റ്റാക്സ് ഓഫ് വുഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ വുഡെല്ലാം ഇനി വുഡ് പ്ലാങ്ക് ആക്കിയിട്ട് സ്റ്റിക്കാക്കണമായിരുന്നു. അതിന് നേരെ ഞാൻ തിരിച്ച് ട്രേഡറിൻ്റെ അങ്ങോട്ട് പോയി ആ വുഡൻ പ്ലാങ്ക്സ് എല്ലാം സ്റ്റിക്കാക്കി. സ്റ്റിക്സ് കുറേ ക്രാഫ്റ്റ് ചെയ്യാൻ സമയം എടുത്തു, കാരണം ലോ ആൻഡ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി പാടാണ് ക്രാഫ്റ്റ് ചെയ്തെല്ലാം കിട്ടാനായിട്ട്. എന്നാലും ഞാനത് ഈസി ആയിട്ട് ഇച്ചിരി സമയമെടുത്ത് ക്ഷമയോടെ ഞാനെല്ലാം ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭയങ്കര, നിങ്ങൾ നോക്കുമ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, ബട്ട് ഇതിൻ്റെ പുറകെ വലിയ കഷ്ടപ്പാട് നടന്നിട്ടുണ്ട്. കാരണം 51 മിനിറ്റ് ആയിരുന്നില്ല ഫൈനൽ റെക്കോർഡ് എൻ്റെ വന്നത്. എനിക്ക് സ്റ്റോറേജ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ 51 റെക്കോർഡ് കുറച്ച് ഞാൻ 9 മിനിറ്റ് ആക്കിയാണ് നിങ്ങൾക്കിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവങ്ങൾ നടന്നു, കുറേ ക്ലിപ്പെല്ലാം എൻ്റെ കയ്യിൽ മിസ്സായിപ്പോയി, കുറേ എല്ലാം ഞാൻ അല്ലാതെ തന്നെ ആവശ്യമില്ലാത്ത കുറേ ക്ലിപ്പാണ്, അതൊക്കെ ഞാൻ കളയുകയും ചെയ്തു. ഇതെല്ലാം ആവശ്യമാണ്, നിങ്ങൾ ഇച്ചിരി സപ്പോർട്ടൊക്കെ നൽകേണ്ടതാണെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ നേരെ ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഫൈനലായിട്ട് ഞാൻ ഇതെല്ലാം ട്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ കുറച്ച് എമറാൾഡ്സും കാര്യങ്ങളും എല്ലാം കിട്ടി. ഇത് കഴിഞ്ഞ് ഞാൻ എമറാൾഡ്സ് ഒരു വില്ലേജറിനെയും കൂടെ സെറ്റ് ചെയ്തു. നിങ്ങൾക്കിപ്പോൾ സൈഡിൽ കാണാമായിരിക്കും എത്ര മിനിറ്റ് ആയെന്നാ വീഡിയോ. അപ്പം സൈഡിൽ ഒരു വില്ലേജറിനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് അവനെ ഇതാക്കി. ഇത് കഴിഞ്ഞ് ഞാൻ ഫുൾ ട്രേഡിംഗ് ഹാൾ കംപ്ലീറ്റ് ചെയ്ത് കുറേ വില്ലേജേഴ്സിനെ സപ്പോർട്ടൊക്കെ നൽകേണ്ടതാണെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ നേരെ ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഫൈനലായിട്ട് ഞാൻ ഇതെല്ലാം ട്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ കുറച്ച് എമറാൾഡ്സും കാര്യങ്ങളും എല്ലാം കിട്ടി. ഇത് കഴിഞ്ഞ് ഞാൻ എമറാൾഡ്സ് ഒരു വില്ലേജറിനെയും കൂടെ സെറ്റ് ചെയ്തു. നിങ്ങൾക്കിപ്പോൾ സൈഡിൽ കാണാമായിരിക്കും എത്ര മിനിറ്റ് ആയെന്നാ വീഡിയോ. അപ്പം സൈഡിൽ ഒരു വില്ലേജറിനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് അവനെ ഇതാക്കി. ഇത് കഴിഞ്ഞ് ഞാൻ ഫുൾ ട്രേഡിംഗ് ഹാൾ കംപ്ലീറ്റ് ചെയ്ത് കുറേ വില്ലേജേഴ്സിനെ ആക്കി. അത് ഞങ്ങൾ കാണിക്കുന്നില്ല, എല്ലാം മാക്സ് ഔട്ടാണ്, നിങ്ങൾക്ക് കാണാം. മാക്സ് ഔട്ട് ആയില്ല, എക്സ്പേർട്ട് നിൽക്കുകയാണ്. പിന്നെ അതിനെ മാക്സ് ഔട്ടും കൂടെ ആക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഡയമണ്ട് ആർമറും കാര്യങ്ങളും എല്ലാം ബൈ ചെയ്യുകയാണ്. ഈ ഡയമണ്ട് ആർമർ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഗോൾ 10 ഡേയ്സ് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ നിങ്ങൾ സൈഡിൽ 11 ഡേയ്സ് ആയിരിക്കും കാണുന്നത്. അത് ഇതിനകത്ത് 1 ഡേ കൂട്ടാകത്തില്ല, കാരണം ഈ ഗെയിമിൻ്റെ ഇത് അങ്ങനെയാണ്. 0 ഡേയ്സാണ് ഫസ്റ്റ് കാണിക്കുന്നത്, ഞാൻ അത് 1 ഡേ ആയിട്ടാണ് കൂട്ടിയത്. അങ്ങനെ ഞാൻ 11 ഡേയ്സ്, എനിക്ക് 10 ഡേ പോയത്, 10 ഡേ ആണ് കറക്റ്റ്ലി വരുന്നത്. അങ്ങനെ ഞാൻ ആക്സ് നേരത്തെ മേടിച്ചുകൊണ്ട് അത് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ ഓരോരോ ടൂൾസ് വീതം അങ്ങ് മേടിക്കാനായിട്ടും കാര്യങ്ങളും തുടങ്ങി. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ഇത് ചെയ്യുന്നത് കണ്ടത്, കാരണം ഇത്രയും നേരം കഷ്ടപ്പെട്ടതിൻ്റെ ഇതൊരു ഡയമണ്ട് ആർമർ കിട്ടുമ്പോഴത്തേക്ക് നമുക്കത് എനിക്ക് സന്തോഷമില്ല. കാരണം ഞാൻ കഷ്ടപ്പെടാൻ പോയില്ല, മൈനിങ്ങിന് പോയാൽ എനിക്ക് ഇതൊരു ഈസിയിൽ കിട്ടുമായിരിക്കാം, ലക്കുണ്ടായിരുന്നേ. ബട്ട് എനിക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് തോന്നിയതാണ്. ഒരു ചെറിയൊരു പാൻറ്റിൻ്റെ മാത്രം ഒരു ഇത് മാത്രമേ ഉള്ളൂ. ലെഗിങ്സും കൂടെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഒപ്പിച്ചിട്ട് ഫസ്റ്റ് ഡേ തന്നെ അങ്ങോട്ട് തുടങ്ങും. അപ്പം ഇതാണ് എൻ്റെ 100 ഡേയ്സിൻ്റെ 10 ഡേയ്സ് വീഡിയോ. ഇനിയുള്ള ഡേയ്സ് എല്ലാം ഞാൻ ഇച്ചിരി കൂടെ ഇതിന് ഫസ്റ്റ് ടൈം ഈ ഒരു കണ്ടൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത എപ്പിസോഡ് ക്ലിയർ ചെയ്യും. പിന്നെ ഈ ഇച്ചിരി എഡിറ്റിങ് ഇച്ചിരി പിശുക്കി ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും. റെക്കോർഡിങ്ങിൽ വെട്ടിങ്, കാരണം ഞാൻ ഇത് 2 ദിവസം കൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് തന്നെ ആദ്യം തൊട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം എടുക്കത്തുള്ളൂ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ബൈ ബൈ.